guys, come spend a day with me at Grand Avenue Mall. ഞാനും അപ്പുവും കരയച്ചനും അമ്മയും അമ്മയുടെ അനിയത്തി അൻസിയച്ചിയും കൂടിയാണ് ഗ്രാൻഡ് അവന്യൂ മാളിൽ പോകുന്നത്. പപ്പയ്ക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് പപ്പയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങ് ഫർവാനിയ ദജീജ് ലുലുവിൻ്റെ അവിടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കാരണം ലുലുവിൻ്റെ അടുത്താണ് അൻസുച്ചിയുടെ വീടും. അവിടെ അൻസുച്ചി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ അവിടെ അൻസുച്ചിനെ കണ്ടുമുട്ടിയിട്ട് അവിടെ നിന്നൊരു ടാക്സി പിടിച്ച് അവന്യൂ മാളിലോട്ട് ചെന്നു. ലുലുവിലെത്തിയപ്പോഴാണ് ഒരു കോമഡി നടന്നത്. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. അമ്മയും അൻസിച്ചിയും ഒരേ ടോപ്പും ജീൻസും ഇട്ടുകൊണ്ട് വന്നേക്കായിരുന്നു. ഇവരും ഞെട്ടിപ്പോയി, കാരണം അതൊന്നും പ്ലാൻ ചെയ്തതല്ല. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാളിൻ്റെ അകത്ത് കയറി അവിടെ കുറേ നേരം ഞങ്ങൾ കറങ്ങി നടന്നു. ഞങ്ങൾ അവിടെ ഒരു ക്ലോത്തിങ് സ്റ്റോറിൽ കയറി അവിടുത്തെ കുറേ ഡ്രസ്സൊക്കെ നോക്കി ചുമ്മാ കറങ്ങി നടന്നു. എൻ്റെ ഗായ്സ്, ഈ മാളിൻ്റെ ഇന്റീരിയർ എന്നാ ലുക്കായിരുന്നെന്നറിയാം. ഇനി അടുത്തൊരു ഫൺ ഫാക്ട്, ഈ മാളിൻ്റെ സൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ. വെർട്ടിക്കൻ സിറ്റിയെക്കാട്ടിലും വലുതാണ് ഈ മാള്. ഈ സീലിങ്ങിലുള്ള ഗ്ലാസ് ഒക്കെ ഒരു നോർമൽ ഗ്ലാസ് പോലൊന്നും അല്ല. ഇവിടെ സമ്മർ ടൈം ആണെങ്കിലും നല്ല ചൂടുണ്ടെങ്കിലും ഇതിനകത്ത് ഫുൾ കൂൾ എയർ കണ്ടീഷനിങ് ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് ഇന്റീരിയർ എല്ലാം കണ്ട് ഇവിടെ ഒരു പുതിയ എസ്കലേറ്റർ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറി മുകളിലെത്തി തിരിച്ച് പിന്നെ ഇറങ്ങി വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ മാളിൽ കുറേ നേരം കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഫ്ലോറിലോട്ട് പോയി. അതും ഒരു ഓപ്പൺ ലിഫ്റ്റ് വരും. ഈ ലിഫ്റ്റിൽ നിന്ന് തന്നെ നോക്കിയാൽ മാളിൻ്റെ തന്നെ വ്യൂ കാണാൻ നല്ല സൂപ്പറായിരുന്നു. താഴെ വന്നപ്പോൾ കണ്ട സ്ഥലങ്ങളായത്. ഈ ബിൽഡിംഗ് എല്ലാം കണ്ടപ്പോൾ ഒരു റിയൽ യൂറോപ്യൻ സ്ട്രീറ്റ് പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് സെഫോറയിൽ കയറി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ, പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആൾട്രാ ബ്യൂട്ടി കയറി. അവിടുന്ന് ഞങ്ങൾ ഫൗണ്ടേഷനും കൺസീലറും മസ്കാരയും ഐലൈനറും ഒക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള R&B ഫാഷൻ ഷോയിലോട്ട് പോയി. അവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്ര ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. പറ്റിയ ഡ്രസ്സൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നല്ല ചൂടുള്ള ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ നേരെ അവന്യൂസ് ഫുഡ് കോർട്ടിലുള്ള അൽബേക്കിൽ പോയി. ഈ ബ്രാൻഡ് സൗദി അറേബ്യയിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇതിപ്പോൾ കുവൈറ്റിൽ വന്നപ്പോൾ തൊട്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ടേബിൾ തന്നെ കിട്ടിയത്. ഞാനിങ്ങനെ ആദ്യമായിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി സംഭവം ട്രൈ ചെയ്തു. അയച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഒരു ഫോട്ടോ ബൂത്തിലോട്ട് കയറി. പക്ഷേ ഫോട്ടോ ബൂത്തിൽ നടന്ന കോമഡികളെല്ലാം ബാക്കി വ്ളോഗിൽ കാണാം. അപ്പോൾ നിങ്ങൾ പാർട്ട് 2 കാണാൻ മറക്കല്ലേ.